ലിസ്ബത്ത് വെല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ചവ്വരി കുക്ക് ചെയ്യുന്നതാണ്. ഇപ്പം നേരത്തെയൊക്കെ ഞാൻ ഈ ചവ്വരി കുക്ക് ചെയ്യായിരുന്നു പായസത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരിക്കലും ശരിയായിട്ടില്ല. കുറേ പൊടിഞ്ഞു പോകും, ഇങ്ങനെ അലുത്തൊക്കെ പോയിട്ട് ഒന്നും കിട്ടത്തില്ല, ആ പേൾ പോലെയൊന്നും കിട്ടില്ല. അപ്പോൾ ഈ ഇടയാണ് ഇത് ഞാൻ ശരിക്കും പഠിച്ചത്. ഇങ്ങനെ എല്ലാം നല്ല പേളായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചവ്വരിക്ക് 8 കപ്പ് വെള്ളം വേണം. അപ്പോൾ ആ വെള്ളം ആദ്യം നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. വെള്ളം നല്ലതുപോലെ തിളച്ച് കഴിയുമ്പം അതിലേക്ക് ചവ്വരി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷവും ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. നല്ലതുപോലെ തിളയ്ക്കാൻ അനുവദിക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് ഫ്ലെയിം കുറയ്ക്കാം. എന്നാലും വെള്ളം എപ്പോഴും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വേണം ഫ്ലെയിം കുറയ്ക്കേണ്ടത്. മൂടി വയ്ക്കുകയൊന്നും ചെയ്യരുത്, തുറന്ന് വെച്ച് തന്നെ ഇത് വേവിക്കണം. അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതൊരു പകുതി വേവാകുന്നിടം വരെ നമ്മളിത് കുക്ക് ചെയ്യണം. ഒരു 30 മിനിറ്റ് കൂടുതലൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഓരോ ചവ്വരിയുടെ അനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളിത് ഇടയ്ക്കൊന്ന് കുറച്ചെടുത്ത് നോക്കണം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് എന്തോരം വെന്തെന്നുള്ളത്. അപ്പോൾ ഒരു പകുതി വേവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക, മൂടി വയ്ക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ അനുവദിക്കുക. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ പകുതി വേവോളം ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് മൂടി വയ്ക്കണം. മൂടി വെച്ച് നല്ലതുപോലെ ഇതൊന്ന് തണുക്കാൻ അനുവദിക്കണം. ഒരു 1/2 മണിക്കൂറെങ്കിലും ഇതുപോലെ തന്നെ മൂടി വയ്ക്കുക. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എടുത്ത് ഈ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളഞ്ഞ് ഇത് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. ആദ്യം ടാപ്പ് വാട്ടറിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കഴുകാം. ഇനി കഴുകി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഇപ്പം നല്ല പേള് പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 3/4 വേവാണായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് പായസം വെന്തെല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണല്ലോ നമ്മൾ ഈ ചവ്വരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹോട്ട് ഡെസേർട്ടിലൊക്കെ നമുക്ക് ഈ പാകത്തിന് ആഡ് ചെയ്യുന്നതാണ്. കാരണം കുറച്ചും കൂടി ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് അത് ശരിക്കും വെന്തോളും. കോൾഡ് ഡെസേർട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളിത് ചേർക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്നുകൂടെ കുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കുക. തിളച്ച വെള്ളത്തിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കുക. ചവ്വരി ചേർത്ത് ആദ്യം ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മളൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് ഇത് മൂടി വയ്ക്കണം. മൂടി വെച്ചിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഇത് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇത് കോൾഡ് ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ ചേർക്കാവുന്നതാണ്. ഇത് ടാപ്പ് വാട്ടറിലൊക്കെ കഴുകിയെടുത്തിട്ട് നമ്മളിത് പായസത്തിലൊക്കെ ഇടുമ്പോൾ നല്ല വെള്ളത്തിലും കൂടെ ഒന്ന് കഴുകിയെടുക്കണം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് കുക്കായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഫുൾ കുക്കായ ചവ്വരി കിട്ടണമെങ്കിൽ ഇതുപോലെ 2 സ്റ്റെപ്പായിട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ആദ്യം തന്നെ കുക്ക് ചെയ്യുമ്പോൾ ഒരു 3/4 വേവാക്കണം. എന്നിട്ട് മൂടി വെച്ച് കംപ്ലീറ്റ് തണുത്തിട്ട് എടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് കുക്കായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ 2 മെത്തേഡ് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചെയ്യണം. പായസത്തിൽ ഇടാനാണെങ്കിലാണ് ഹാഫ് കുക്കാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ബാക്കി ഉള്ളത് പായസത്തിൽ കിടന്ന് വെന്തോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.